പെരുന്നാളിന് കിട്ടിയുള്ള ഇറച്ചിപ്പൊതിയൊക്കെ എല്ലായിടത്തും തീർന്നോ? അപ്പോൾ അതാ എൻ്റെത് കഴിയാനായപ്പോൾ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. നമുക്കിന്നൊരു അടാറ് BDF ഉണ്ടാക്കാം. അതിനായിട്ട് ഇത് ഞാൻ വലിയ പീസസ് ആക്കിയുള്ള 2 കഷ്ണം ബീഫിൻ്റെ കഷ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6 വിസിൽ കേൾക്കുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് വെന്തതിന് ശേഷം അത് തണുക്കാനായിട്ട് അവിടെ മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, സോയാ സോസ്, പിന്നെ അതാ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺസ്റ്റാച്ച്, പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ കുറച്ച് കളർ വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതോടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് ഇതുപോലെ നല്ല നീളത്തിൽ കഷ്ണങ്ങളാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിൽ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കോരിയെടുത്താൽ നമ്മൾ കിടിലൻ ടേസ്റ്റിലുള്ള BDF റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.